നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ആരംഭിച്ചിരിക്കുകയാണ്. 2026 സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നാം അവതരിപ്പിച്ചു കഴിഞ്ഞു. തൊഴിൽപരമായി 2026 എങ്ങനെ ഉണ്ടാകുമെന്ന് പലരും എന്നോട് സംശയമായിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് അങ്ങനെയുള്ള വിഷയങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഓരോ രാശിക്കൂറുകാരുടെയും തൊഴിൽപരമായിട്ട് 2026 നേരിടാൻ പോകുന്ന കാര്യങ്ങളെ നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർക്ക് ശനി 12ാം ഭാവത്തിലും രാഹു 11ലും കേതു 5ലുമായിട്ടാണ് നിൽക്കുന്നത്. മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതികളും എല്ലാം പരിശോധിക്കുമ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ്. നമുക്ക് കൂടുതലായിട്ടൊന്ന് പരിശോധിക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകാം. വ്യാഴം 3ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. വ്യാഴദൃഷ്ടി ഭാഗ്യസ്ഥാനത്തേക്കും 11ാം ഭാവത്തിലേക്കും ഒക്കെ വരുന്നത് കൊണ്ട് വരുമാനത്തിൽ കുറവുകളൊന്നുമില്ല എന്ന് തന്നെ പറയണം. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും രാഹുവിന്റെ 11ലെ സ്ഥിതിയും വ്യാഴത്തിന്റെ 11ലേക്കും 9ലേക്കുമുള്ള ദൃഷ്ടിയുമൊക്കെ പൊതുവെ പറഞ്ഞാൽ മികച്ച കാര്യങ്ങളിലേക്ക് നയിക്കുന്നതാണ്. എന്നിരുന്നാലും കർമാധിപനായിട്ടുള്ള ശനിയുടെ 12ലെ സ്ഥിതി മൂലം വളരെയേറെ പരിശ്രമിക്കേണ്ട അവസ്ഥ വന്നേക്കാം. ഓഫീസ് അധിഷ്ഠിത ജോലികളുള്ളവർക്ക് കൂടുതൽ പരിശ്രമം ആവശ്യമായി വന്നേക്കാം. അതേപോലെ തന്നെ യാത്ര, ഫീൽഡ് വർക്കുകൾ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും അവർക്കൊക്കെ അവരുടെ പ്രയത്നത്തിന് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. എന്നാൽ മറുവശത്ത് ചില തടസ്സങ്ങളും നേരിട്ടേക്കാം. ടെലികമ്മ്യൂണിക്കേഷൻ, കൊറിയർ സർവീസ് തുടങ്ങിയ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് യാത്രകൾ കൂടുതൽ ആവശ്യമായി വന്നേക്കാം. എന്നാലും അതിനുശേഷം നല്ല ഫലങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മറ്റു മേഖലകളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവരും കർമ്മ മേഖലകൾ തൊഴിലല്ലാതെ കൊണ്ടു നടക്കുന്നവർക്കുമൊക്കെ കൂടുതൽ പരിശ്രമം ആവശ്യമായി വന്നേക്കാം എന്നുള്ളതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ 2026 തൊഴിൽപരമായിട്ടുള്ള അവസ്ഥയൊന്ന് പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ്. രാശ്യാധിപനും 6ാം ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ വർഷം മുഴുവൻ ഇടവക്കൂറുകാർക്ക് രക്ഷയ്ക്കെത്തുന്നതാണ്. അതേപോലെ തന്നെ 2ാം ഭാവത്തിലെ വ്യാഴവും അതിനുശേഷം വ്യാഴത്തിന്റെ 3ലേക്കുള്ള സ്ഥിതിയും ഒക്കെ അത്യാവശ്യം അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ ഇടവക്കൂറുകാർക്ക് നൽകും. കർമാധിപനായിട്ടുള്ള ശനി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. ശനിക്ക് ഈ വർഷം രാശിമാറ്റം ഇല്ല എന്നുള്ളതും പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാർക്ക് ഒരു തൊഴിൽ സ്ഥിരത ഉണ്ടാകും. ഏത് മേഖലയിൽ പ്രവർത്തിക്കാലും അതിൽ വിജയകരമായി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് ഒരു സാഹചര്യം കൊണ്ടെത്തിക്കുന്നതാണ്. ചില പ്രവർത്തനത്തിലെ ന്യൂനതകളൊക്കെ മേലുദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചേക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ മേലുദ്യോഗസ്ഥർക്ക് മതിപ്പുളവാകുന്നതുമാണ്. വ്യാഴത്തിന്റെ 10ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി തൊഴിൽപരമായിട്ട് എല്ലാ തരത്തിലുമുള്ള ഒരു സംരക്ഷണം ഉറപ്പാക്കുന്നതാണ്. കൂടാതെ സാധ്യതകളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതാണ്. തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. സഹപ്രവർത്തകർക്ക് ചിലപ്പോൾ മത്സരമോ അസൂയയോ ഒക്കെ ജനിപ്പിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും അതൊന്നും തന്നെ തൊഴിൽ മേഖലയിൽ പ്രതികൂലമായി വരാൻ സാഹചര്യമില്ല. അവരവരുടെ പ്രയത്നങ്ങൾക്കനുസരിച്ച് 2026 തൊഴിൽപരമായിട്ട് ഇടവക്കൂറുകാർക്ക് നല്ല നേട്ടങ്ങൾ തരുന്നതാണ്. അടുത്തത് 2026 തൊഴിൽപരമായിട്ട് മിഥുനക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം വർഷത്തിന്റെ ആദ്യ പകുതി ജന്മരാശിയിലും ശനി 10ാം ഭാവത്തിലുമായിട്ടാണ് നിൽക്കുന്നത്. രാഹു 9ലും നിൽപ്പുണ്ട്. കേതു ആകട്ടെ 3ാം ഭാവത്തിലും. തൊഴിൽപരമായിട്ട് പരസ്പരമായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. ഒരേപോലെ 10ൽ നിൽക്കുന്ന ശനി ഭാഗ്യാധിപനും അഷ്ടമാധിപനുമാണ്. ഒരുപക്ഷെ വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് കുറച്ചെങ്കിലും നല്ല ഫലങ്ങൾ നൽകിയേക്കാം. തൊഴിലിൽ ഒരു അതൃപ്തി ജനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും തൊഴിൽപരമായിട്ട് ചുമതലകളൊക്കെ നല്ല രീതിയിൽ നടത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. കൂടുതൽ പരിശ്രമങ്ങൾ ആവശ്യമായി വന്നേക്കാം. തൊഴിൽ രംഗത്ത് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് പരുഷമായിട്ടുള്ള പെരുമാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ മാറ്റം അത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലല്ല. അതുകൊണ്ട് തന്നെ തൊഴിലിലെ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ആലോചിച്ച് തീരുമാനിക്കുക. ഇനി നമുക്ക്
കർക്കിടകക്കൂറുകാരുടെ 2026 തൊഴിൽപരമായിട്ടുള്ള അവസ്ഥയൊന്ന് പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 12-ലാണ്. വർഷത്തിന്റെ ആദ്യ 5 മാസങ്ങൾ, അതായത് മെയ് മാസം വരെ. ശനി 9-ലും രാഹു അഷ്ടമത്തിലുമായിട്ടാണ് നിൽക്കുന്നത്. ധനസ്ഥാനത്ത് കേതുവും നിൽപ്പുണ്ട്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വയുടെ അനുകൂല സ്ഥിതി തൊഴിലിന് ഒരു സംരക്ഷണം നൽകിയേക്കാം. പ്രശ്നങ്ങൾക്ക് പരിഹാരം കുറിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഭൂതകാലത്തെ തിക്താനുഭവങ്ങളെ മറക്കാനുള്ള സാഹചര്യങ്ങളും സൃഷ്ടിക്കാം. നവോന്മേഷത്തോടുകൂടിയും പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മികച്ച സംഭാഷണ ശൈലിയും ഫലപ്രദമായിട്ട് ആശയവിനിമയ ശേഷിയും ഒക്കെ ലഭിക്കുന്നതാണ്. ആശയവിനിമയം, ചർച്ചകൾ എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. മാർക്കറ്റിംഗ് അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കർക്കിടകക്കൂറുകാർക്കും വിജയിക്കാൻ സാധിക്കും. 12-ലെ വ്യാഴം കഠിന പരിശ്രമത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കാം. സഹപ്രവർത്തകരുടെ പെരുമാറ്റമോ ഇടപെടലുകളോ ഒക്കെ ചിലപ്പോൾ പ്രതികൂലമായി വന്നു എന്നും വരാം. എന്നിരുന്നാലും കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ഭാഗ്യാധിപനും 6-ാം ഭാവാധിപനുമാണ്. ഭാഗ്യത്തിന്റെ ഒരു അല്പക്കുറവ് ഉണ്ടായേക്കാം. അതേപോലെ തന്നെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളിൽ മന്ദതയും ഉണ്ടാകാം. അത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടും ഗുണപരമായിട്ടും വരും. എന്നാൽ തൊഴിൽ മാറുന്നതിനും മറ്റും ഈ വർഷം അനുകൂലമാകുന്നതുമാണ്. എന്നാൽ മുൻ വർഷങ്ങളിലേക്കാൾ അല്പം മികവ് ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഗ്രഹനിലയിൽ ഉണ്ടായ മാറ്റത്തെ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം കർക്കിടകക്കൂറുകാർ ചെയ്യുക എന്ന് മാത്രം. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ 2026 തൊഴിൽപരമായിട്ടുള്ള അവസ്ഥ ഒന്ന് പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 7-ലും ശനി 8-ലും, വ്യാഴം വർഷത്തിന്റെ ആദ്യ 5 മാസങ്ങളിൽ 11-ലും പിന്നീട് 12-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കേതു ജന്മരാശിയിലുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ മാറ്റങ്ങളും തിരിച്ചടികൾക്കും ശേഷം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം തൊഴിലിൽ ഉയർച്ചയുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് 2026. എല്ലാ മേഖലയിലും ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സ്ഥാനക്കയറ്റത്തിനും മറ്റും സാഹചര്യങ്ങൾ ഉണ്ടാകും. ബുദ്ധിമുട്ടുകളൊക്കെ അവഗണിക്കേണ്ടതായിട്ട് വരും. കഠിനാധ്വാനം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്രകാരം കഠിനമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മികച്ച അവസരങ്ങൾ വരുന്നതാണ്. വ്യാഴത്തിന്റെ 11-ലെ സ്ഥിതി നിരവധി പ്രശ്നങ്ങളിൽ നിന്ന് സ്വയമേവ രക്ഷപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പൊതുവെ പറഞ്ഞാൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പിന്നീട് വ്യാഴത്തിന്റെ രാശിമാറ്റം ഉണ്ടാകുമെങ്കിൽ പോലും വ്യാഴം മികച്ച അനുഭവങ്ങൾ തന്നെ തരുന്നതാണ്. 2026 ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ട് സംഘർഷങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ഒക്കെ സാഹചര്യത്തിൽ പോലും മികച്ച ഫലങ്ങൾ നൽകുന്നതാണ്. വളരെയേറെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ 2026 തൊഴിൽപരമായിട്ടുള്ള അവസ്ഥ ഒന്ന് പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കേതു 12-ലും, രാഹു 6-ലും, ശനി 7-ലും, വ്യാഴം 10-ലും 11-ലും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 2026 ആദ്യ പകുതി അഥവാ മെയ് മാസം വരെ സമ്മിശ്രമായിട്ടുള്ള അവസരങ്ങളായിരിക്കും കിട്ടുക. ആ സമയത്ത് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ ആ സമയത്ത് തന്നെ പുരോഗതിയും ഉണ്ടായേക്കാം. വ്യാഴം ജൂൺ മാസം ആദ്യം രാശി മാറി 11-ലേക്ക് വരുമ്പോൾ മികച്ച മാറ്റങ്ങൾ കന്നിക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. സൂപ്പർവൈസിംഗ് പോലെയുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് മികച്ച വർഷമാണ്. മുന്നേറാനുള്ള നിങ്ങളുടെ സ്വതവേയുള്ള കഴിവ് വിജയത്തെ കൊണ്ടു തരുന്നതാണ്. കൂടാതെ ഈ വർഷം പൊതുവെ എല്ലാ കാര്യത്തിലും പ്രയോജനകരമായി തീരാനും അത് സാഹചര്യം ഉണ്ടാക്കും. രാഹുവിന്റെ സ്ഥിതി കർമ്മമേഖലയിൽ ചില അസ്വസ്ഥതകളൊക്കെ സൃഷ്ടിച്ചേക്കാം. എന്നാൽ എന്ത് അസ്വസ്ഥത ഉണ്ടായാലും അതിൽ നിന്നൊക്കെ മാറി കാര്യങ്ങൾ സാധാരണ നിലയിലാവുകയും വിജയം നേടാൻ സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ 2026 കർമ്മ മേഖലയൊന്ന് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2-ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാർക്ക് കേതു 11-ലും, ശനി 6-ലും, രാഹു 5-ലുമായിട്ടാണ്. തുലാക്കൂറുകാർക്ക് 2025 ഗുണഫലങ്ങൾ ഏതാണ്ട് തുടർന്ന് അനുഭവത്തിൽ വരുന്നതാണ്. എന്നാൽ മെയ് മാസത്തിന് ശേഷം തൊഴിൽ മേഖലയിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ മതിച്ചേക്കാം. തെറ്റിദ്ധാരണകളും അന്യരോടുള്ള വിരോധവും വാശിയും ഒക്കെ നിങ്ങളുടെ എല്ലാ മേഖലയിലുള്ള
പ്രവർത്തനങ്ങളെയും ബാധിച്ചേക്കാം. മാനസികാവസ്ഥ തന്നെ അതുകൊണ്ട് താറുമാറാകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 2026 തൊഴിൽപരമായിട്ട് ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്ന് പറയണം. ഇനി 2026 വൃശ്ചികക്കൂറുകാർക്ക് തൊഴിൽപരമായി എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ശനി 5-ലും രാഹു 4-ലും വ്യാഴം 8-ലുമായിട്ടാണ്. വ്യാഴം ജൂൺ ആദ്യം 9-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. വൃശ്ചികക്കൂറുകാർക്ക് കേതു 10-ാം ഭാവത്തിലുണ്ട്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 2026 തൊഴിൽപരമായിട്ട് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. എന്നാൽ 2026 എന്ന വർഷം സൂര്യന്റെ വർഷമാണ്. കർമാധിപനായിട്ടുള്ള സൂര്യൻ മികച്ച ബലത്തിൽ നിൽക്കുന്ന വർഷമായതുകൊണ്ട് തന്നെ തൊഴിലിൽ ഒരു ഡോമിനൻസ് കാണിക്കുവാൻ, അതായത് ഏകാധിപത്യം പോലെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനം നടത്താൻ വൃശ്ചികക്കൂറുകാർക്ക് സാഹചര്യം ഒരുക്കുന്നതുമാണ്. അതുപോലെ തന്നെ രാശ്യാധിപനായിട്ടുള്ള ചൊവ്വയും ഒപ്പത്തിനൊപ്പം ബലത്തിലാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ട് മറ്റ് കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ വൃശ്ചികക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. എന്നിരുന്നാലും തൊഴിൽ മേഖലയിൽ ചില അസംതൃപ്തി മനസ്സിൽ തോന്നപ്പെട്ടേക്കാം. 5-ാം ഭാവത്തിൽ ശനിയുണ്ട്. ചില അലസതകളും മടിയും ഒക്കെ നിങ്ങളെ ബാധിക്കാം. അതുകൊണ്ട് തന്നെ അലസതയും മടിയും ഒക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ തൊഴിലിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ വൃശ്ചികക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ 2026 തൊഴിൽപരമായിട്ടുള്ള അവസ്ഥ എന്ന് പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാലം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 7-ലും ഭാഗ്യസ്ഥാനത്ത് കേതുവും 3-ാം ഭാവത്തിൽ രാഹുവും 4-ൽ ശനിയുമാണ്. കർമ്മസ്ഥാനത്തേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. ജൂൺ ആദ്യം മുതൽ വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ധനുരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷം തന്നെ ആയിരിക്കും എന്ന് പറയണം. തൊഴിൽ അന്വേഷകർക്കൊക്കെ അനുകൂലമായിട്ടുള്ള വർഷമാണ്. കഠിനമായിട്ടുള്ള പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ വിജയത്തിൽ പൂർണ്ണ തൃപ്തി ലഭിച്ചു എന്ന് വരില്ല. ചില അസന്തുഷ്ടതകളൊക്കെ തോന്നി എന്ന് വന്നേക്കാം. കർമ്മമേഖലയിലെ മാറ്റത്തിനും ഒക്കെ മെയ് മാസത്തിനുള്ളിൽ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതിനുശേഷം വളരെയേറെ ശ്രദ്ധയോടുകൂടി വേണം തൊഴിൽ മേഖലയെ പരിഗണിക്കാൻ. എന്നാൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ധനുക്കൂറുകാർക്കായാലും തൊഴിലിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. പുതിയ കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ പ്രമോഷനോ മറ്റാനുകൂല്യങ്ങളോ ലഭിക്കുന്നതുമാണ്. എന്നാൽ ചില മടിയും അലസതയും ഒക്കെ ബാധിച്ചേക്കാം. അതേപോലെ തന്നെ പ്രമോഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ മനസ്സിന് ഒരു സംതൃപ്തി കുറവും ഉണ്ടായേക്കാം. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ 2026 തൊഴിൽപരമായിട്ടുള്ള അവസ്ഥയൊന്ന് പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മെയ് മാസം വരെ 6-ാം ഭാവത്തിലും പിന്നീട് 7-ലും, കേതു അഷ്ടമത്തിലും, രാഹു 2-ലും, ശനി 3-ലുമായിട്ടാണ്. വർഷാദ്യം വ്യാഴത്തിന്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്കുണ്ട്. അതിനുശേഷം 11-ാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജന്മരാശിയിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നത് എപ്പോഴും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ മകരക്കൂറുകാർക്ക് സാഹചര്യം നൽകുന്നതാണ്. തൊഴിൽ മാറുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള വർഷം തന്നെയാണ് മകരക്കൂറുകാർക്ക് 2026. സഹപ്രവർത്തകരുമായി നല്ല ബന്ധങ്ങൾ പുലർത്താനൊക്കെ സാധിക്കും. പൊതുവെ തൊഴിൽ മേഖലയിൽ ആസ്വാദികരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. തൊഴിലിൽ മികവ് പുലർത്താനും സംതൃപ്തി ഉണ്ടാകാനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും. അതായത് പൊതുവെ തൊഴിൽ അനുകൂലമായി തുടരുമെന്ന് നമുക്ക് പറയാം. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ചില വിരുദ്ധമായിട്ടോ മത്സര രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകാം. രാഹുവിന്റെ 2-ാം ഭാവത്തിലെ സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കും പ്രവൃത്തിയും ഒക്കെ ഒന്ന് നിയന്ത്രിക്കുക. മനഃപൂർവ്വമല്ലാത്ത പരാമർശങ്ങൾ തൊഴിലിനെ തന്നെ ബാധിച്ചേക്കാം. സൽപ്പേരിന് കളങ്കം ചാർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതൊക്കെ കരുതലെടുത്ത് മുന്നോട്ട് പോയാൽ മകരക്കൂറുകാർക്ക് 2026 തൊഴിൽപരമായി ഗുണപരമാകും. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ 2026 തൊഴിൽപരമായിട്ടുള്ള അവസ്ഥ ഒന്ന് പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്നത് ഔട്ടത്തിന്റെ 2-ാം പകുതി, ചതയം, പൊരുട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാർക്ക് ജന്മരാശിയിൽ രാഹുവും 2-ാം ഭാവത്തിൽ ശനിയും, വ്യാഴം 5-ലും 6-ലുമായിട്ടും കേതു 7-ലുമായിട്ടും നിൽക്കുന്നു. കാര്യങ്ങൾ സുഗമമായിട്ടല്ല നടക്കുന്നത് എന്ന ഒരു തോന്നൽ ഉണ്ടായേക്കാം. കാര്യങ്ങൾ സുഗമമായിട്ടും നല്ല ബന്ധങ്ങളോടും കൂടി മുന്നോട്ട് പോകാനായിട്ട് ആശയവിനിമയ ശേഷി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ കൊടുത്തുകൊണ്ട് ജോലി സുഗമമാക്കാൻ കുംഭക്കൂറുകാർക്ക് 2026 സാധിക്കുന്നതാണ്. കടമകളൊക്കെ നിറവേറ്റുന്നത് വളരെ നല്ല കാര്യമാണ്. എന്നിരുന്നാലും തൊഴിലിലാണെങ്കിലും മറ്റു മേഖലകളിലാണെങ്കിലും ആരോഗ്യത്തെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക.
സ്വന്തം ആരോഗ്യം പരിപാലിക്കുക. രാഹു ജന്മരാശിയിൽ നിൽപ്പുണ്ട്. കർത്തവ്യങ്ങളും തൊഴിലിലെ മികവും ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ പോലും ശാരീരിക ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് വേണം എന്ന് മാത്രം. കഴിവിനനുസരിച്ച് മാത്രം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുക എന്ന് ചുരുക്കം പറയാം. ഇനി നമുക്ക് 2026 മീനക്കൂറുകാർക്ക് തൊഴിൽപരമായി എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിൽ ശനിയും രാഹു 12-ലും കേതു 6-ലും വ്യാഴം 4-ലുമായിട്ട് നിൽക്കുകയാണ്. വ്യാഴം പിന്നീട് 5-ാം ഭാവത്തിലേക്ക് എത്തും. ശനിയുടെ സ്ഥിതി മൂലം ഒരു മന്ദത എല്ലാ കാര്യത്തിലും സൃഷ്ടിക്കപ്പെട്ടേക്കാം. എന്നിരുന്നാലും മെയ് മാസം വരെ അതൊക്കെ വ്യാഴത്തിന്റെ ദൃഷ്ടിയിൽ പരിഹരിക്കപ്പെട്ടേക്കാം. എന്നിരുന്നാലും ശരാശരിയിൽ മികച്ചു നിൽക്കുന്ന രീതിയിൽ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നതുമാണ്. വർഷത്തിന്റെ ആദ്യ ഭാഗത്തിൽ തൊഴിൽപരമായി അല്പം അതൃപ്തിയൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് അതെല്ലാം പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. തൊഴിലിലെ അന്തരീക്ഷം അല്പം വെല്ലുവിളികൾ ഉണ്ടാക്കിയേക്കാം. ആന്തരിക രാഷ്ട്രീയം ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. ചില സഹപ്രവർത്തകർ അസാധാരണമായി പെരുമാറി എന്നും വന്നേക്കാം. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും സ്ഥിരോത്സാഹം ക്ഷമയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം മീനക്കൂറുകാർക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. പൊതുവെ നല്ല ഫലങ്ങൾ ഉയർന്നു വരുന്നതാണ്, ലഭിക്കുന്നതാണ്. അതായത് വർഷം മുഴുവനും ശരാശരിയിൽ അധികം നേട്ടങ്ങൾ 2026 മീനക്കൂറുകാർക്ക് ലഭിക്കുമെന്ന് ചുരുക്കം പറയാം. 12 രാശിക്കൂറുകാരുടെയും തൊഴിൽപരമായിട്ടുള്ള അവസ്ഥയാണ് നാം പരിശോധിച്ചത്. വരും ദിവസങ്ങളിൽ ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും കുടുംബ ബന്ധങ്ങൾ പരമായിട്ടും ഒക്കെയുള്ള പ്രത്യേകം വീഡിയോകൾ അവതരിപ്പിക്കുന്നുണ്ട്. വീഡിയോകൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.